ദാമ്പത്യത്തിൻ്റെ വെട്ടത്തെക്കുറിച്ച് ഇന്ന് സ്നേഹത്തോടു കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ വിവാഹത്തിലെ പ്രതീകങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ പ്രതീകങ്ങളെക്കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കാം പാതി വഴിയിൽ പാട്ടി നിർത്തുന്ന അനുഭവം പല ദമ്പതികൾക്കുണ്ടാവുന്നത്. ആദ്യത്തെ പ്രതീകം പ്രണയം. ലവ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ എറ്റിമോളജി, മൂലപദം തിരഞ്ഞ് നിങ്ങൾ യാത്ര നടത്തുകയാണെങ്കിൽ സംസ്കൃതത്തിലെ ലുബ്യത മുതൽ ധാരാളം പദങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്നാൽ ഏറ്റവും അനുയോജ്യമായ പദം, മൂലപദം LEOUF, ലവ് എന്ന ഫ്രഞ്ച് പദമാണ്. ആ ഫ്രഞ്ച് പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? പൂജ്യം. ഇത് നിങ്ങളൊരു ധ്യാനത്തോടു കൂടി നോക്കിക്കാണുക. ഈ പൂജ്യം എന്നാണ് ലവ് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഷട്ടിലും ബാഡ്മിൻ്റനൊക്കെ കളിക്കുമ്പോൾ ലവ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം ആരംഭിക്കുക. പൂജ്യത്തിൽ നിന്നും യാത്ര ആരംഭിക്കുകയാണ്. ഇനി ദാമ്പത്യത്തിൽ മറ്റൊരാളെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഏറ്റവും അധികം കൊച്ചാക്കപ്പെടുക. അതൊരു കൊച്ചു കാര്യമൊന്നുമല്ല. ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പൗരോഹിത്യ പട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇറ്റാലിയനായിട്ടുള്ളൊരു അച്ഛൻ എനിക്ക് നൽകിയ ഉപദേശമുണ്ട്. വിൻസെൻറ്റ്, നെവർ എവർ ട്രൈ ടു ബി എ ഹീറോ മേക്കിംഗ് അതർ സീറോ. മറ്റൊരാളെ സീറോ ആക്കിയിട്ട് ഹീറോ ആകാൻ ശ്രമിക്കാതിരിക്കുക. ഇതൊരു നല്ല സുന്ദരമായ ഉപദേശമാണത്. നെവർ ട്രൈ ടു ബി എ ഹീറോ മേക്കിംഗ് അതർ സീറോ. ഈ ദാമ്പത്യത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ജീവിത പങ്കാളിയെ കൊച്ചാക്കിയിട്ട് സ്വയം വലിപ്പം ഉണ്ടാക്കരുത്. സമ്പൂജ്യത നേടേണ്ടത് മറ്റൊരാളെ കൊച്ചാക്കിക്കൊണ്ടല്ല. ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും മാറുമായിരുന്നു. മദർ തെരേസയുടെ കോൺവെൻറ്റിൽ എന്തോ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. മദർ പറഞ്ഞു, ഞാനൊന്ന് സംസാരിക്കട്ടെ. സംസാരത്തിന് ശേഷം മദർ തിരിച്ചു വരുന്നു. കപ്പേളപ്പള്ളി പോലെ സൗമ്യം, ദീപ്തം, സ്വച്ഛം. ആ കപ്പേളപ്പള്ളിക്കരികിൽ പുതുതായി കൊളുത്തിയ തിരി പോലെ ഇപ്പം പെൺകുട്ടി. നേരത്തെ കരിവാളിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ അവൾ വെട്ടം വിതറുന്നവളെ പോലെയാണ്. മദർ തെരേസ അന്ന് സുപ്പീരിയറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വി ആർ നോട്ട് ഗോയിങ് ടു സെൻഡ് ഹെർ അവേ. നമ്മൾ ഇവളെ പറഞ്ഞു വിടുന്നില്ല. ബിക്കോസ് ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്, ബട്ട് ഷീ ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. ഇതൊരു വലിയ ഉൾവെട്ടമാണ്. അവൾ തെറ്റ് ചെയ്തു, പക്ഷെ അവൾ തെറ്റല്ലല്ലോ. ഷീ മെയ്ഡ് എ മിസ്റ്റേക്ക്, ബട്ട് ഷീ ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. ദാമ്പത്യത്തിൽ ഒരു കുറ്റം വരുത്തുന്നയാളെ അപ്പം തന്നെ കുറ്റം പോലെ അടിച്ച് പിണ്ടം വെച്ച് പുറത്താക്കുന്ന രീതിയുണ്ട്. ഹൃദയത്തിൽ നിന്ന് അപ്പം തന്നെ പുറത്താക്കിയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോഴല്ലേ ഏറെ കൊച്ചാക്കപ്പെട്ടയാൾ അവസാനം താനെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. ഭർത്താവ് ഭാര്യ എടുക്കുക ചെന്ന് പറയുകയാണ്, കല്യാണം കഴിച്ച പിറ്റേ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിന് ഏതോ ഒരു കടുകട്ടിക്കാരി ടീച്ചറെ പോലെ നീ ചുവന്ന വര കൊണ്ട് വെട്ടിടുകയാണ്. വെട്ടി തിരുത്തി എല്ലായിടത്തും നീ പൂജ കിട്ടും. അപ്പൻ്റെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, സുഹൃത്തുക്കളുടെ എല്ലാവരുടെ മുമ്പിൽ വട്ടപ്പൂജ്യം. ഞാൻ വീട് വിട്ട് പോവുകയാണ്. ആർക്കാണ് കൊതിയില്ലാത്തത്? ഒരു വട്ടമെങ്കിലും ജയിക്കാൻ. അത് മരണം കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ വീട് വിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിശിതമായി നിരന്തരമായി പൂജ്യമാക്കിയത് കൊണ്ട്, വട്ടപൂജ്യമായ എന്ന ചിന്തയിൽ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ കൊതിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഒരു വീടാവുന്നത് സമ്പൂജ്യത ലഭിക്കുമ്പോഴാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഹോംലെസ്നെസ് വിതിൻ ദ ഹോംസ്. വീടിനകത്ത് വീടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വീടിനകത്ത് വീടില്ലാത്ത എന്തുകൊണ്ടാണ്? അവിടെ സ്നേഹമില്ല, വലിപ്പം കിട്ടുന്നില്ല. വലിപ്പം ആരാണ് കൊതിക്കാത്തത്? ഇപ്പം നിങ്ങൾ എൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? നിങ്ങളിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ വല്ലാതെ ചെറുതാക്കി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ TV ഓഫ് ചെയ്ത് കളയും. ആർക്കാണ് ഇഷ്ടം ചെറുതാക്കപ്പെടാൻ? ആർക്കും ഇഷ്ടമില്ല. അവർക്ക് അവരവരുടെ വലിപ്പം കിട്ടണം, സ്വീകാര്യത കിട്ടണം, റെസ്പെക്റ്റബിലിറ്റി കിട്ടണം. അത് കിട്ടാത്തതുകൊണ്ടല്ലേ പലരും ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. നമ്മുടെ ഒരു കവി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അയാൾ എഴുതി വെച്ചു, സന്തോഷത്തോടെ ജീവിക്കാൻ 3 കാര്യങ്ങളെങ്കിലും വേണം. സ്നേഹിക്കാൻ ആരെങ്കിലും, സ്വപ്നം കാണാൻ എന്തെങ്കിലും, ചെന്ന് ചേരാൻ ഒരിടം. 3 ഇല്ലാത്തതുകൊണ്ട് ഞാൻ മരിക്കുന്നു. സ്നേഹിക്കാൻ ഒരാൾ, സ്വപ്നം കാണാൻ എന്തെങ്കിലും, ചെന്ന് ചേരാൻ ഒരിടം. 3 ഇല്ലാത്തതുകൊണ്ട് മരിച്ചു എന്നാണ് അയാൾ പറയുന്നത്.
സത്യമല്ലേ? ഇത് മൂന്നും വേണ്ടേ? ഇത് മൂന്നും കിട്ടുമ്പോഴാണ് ഒരാൾക്ക് വലിപ്പം കിട്ടുക. നിങ്ങളുടെ വീട് നിങ്ങളെ നിരന്തരം ചെറുതാക്കുന്ന വീടാണെങ്കിൽ ആ വീട് വിട്ട് നിങ്ങൾ പോകും. പുതിയ വീട് പണിതു, വെഞ്ചിരിപ്പിൻ്റെ അന്ന് ആർട്ടിസ്റ്റായ മകനോട് അപ്പം പറയാണ്, എടാ പേര് നിർദ്ദേശിക്കുക, നല്ലൊരു പേരിടണം. ഒറ്റ നിമിഷം ചിന്തിച്ചോളൂ. അവൻ പറഞ്ഞു കല്ല് വീട്. അയാൾ ചോദിച്ചു കല്ല് വീടാ, അതെന്ത് പേരാണ്? അവൻ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് പേര് അതാണ്, കല്ല് പോലത്തെ അപ്പൻ, കല്ല് പോലത്തെ മമ്മി, കല്ല് പോലത്തെ ഞാൻ. കല്ല് വീട്, അതാണ് നല്ല വീട്, സ്റ്റോൺ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ പേരെന്താണെന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൊച്ചാക്കാൻ വല്ലാതെ ശ്രമിക്കുന്നവരുടെ വീടാണെങ്കിൽ ആ വീടിന് എന്ത് പേരിടും? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക.